ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പിന്നെ ഒരു 1 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ അവസാനവും അതേപോലെ മുകളിൽ സജസ്റ്റഡ് ആയിട്ടും കൊടുക്കാം, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 4 മുട്ടയ്ക്ക് 1 കപ്പ് ഫ്ലോർ വെച്ചിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാറ്റർ ചെയ്ത ശേഷം 2 7-inch പാനിലായിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. കേക്ക് നന്നായിട്ട് ചൂടാറിയ ശേഷം 2 കേക്കും 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടൽ 4 ലെയറാണ് ഈ ഒരു കേക്കിന് ഉണ്ടാവുക. ഇനി ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് മുകളിൽ ചോക്ലേറ്റ് ക്രീം ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ആക്കി കൊടുത്തിട്ട് ഒന്നുകൂടി സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള ലെയറും കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ 4 ലെയർ കേക്കും വെച്ച ശേഷം കേക്ക് മുഴുവനായിട്ട് ആ ഒരു ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ക്രം കോട്ട് ചെയ്ത ശേഷം കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കാം. ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്താലും മതി. ഇനി കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് റെഡ് കളർ ഒരു ഡ്രോപ്പ് മാത്രം മിക്സ് ചെയ്തിട്ട് ഒരു പീച്ച് കളർ ആക്കി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ സൈഡിലാക്കി കൊടുക്കാം. അതൊന്ന് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ക്രീമിൽ ഗ്രേ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറാണ് ഒരു ഡ്രോപ്പ് മാത്രം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് കേക്കിൻ്റെ സൈഡിലെ ടോപ്പിലായിട്ടും മുകൾ ഭാഗത്തും ഇതേപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ 2 കളർ ഷെയ്ഡിലാണ് ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗം ആദ്യം ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. അതിനുശേഷം സൈഡിൽ സ്ക്രാപ്പർ ഇതേപോലെ വെച്ചിട്ട് ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതേപോലെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിൽ ഇതേപോലെ ഒന്ന് ഡിസൈൻ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫോർക്ക് അധികം പ്രസ് ചെയ്തിട്ട് ചെയ്തെടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ കേക്കിൻ്റെ ക്രംസ് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കേക്കിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കേക്ക് 2 കളർ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഫോർക്ക് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം അടുത്ത തവണ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 2 കളറും അങ്ങ് മിക്സായി പോവും. അങ്ങനെ സൈഡിൽ മുഴുവനായിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബ്രഷാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം.
കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ബട്ടർഫ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തലേന്ന് തന്നെ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതാണ്. അതിൽ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് കേക്കിൻ്റെ സൈഡിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഗോൾഡൻ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കേക്ക് ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിന് ഒന്നിച്ച് തന്നെ 4 കപ്പ് കേക്കും അതേപോലെ 4 പോപ്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പോപ്സിൻ്റെയൊക്കെ റെസിപ്പി ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ സെയിം ബാറ്റർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.